പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞൊരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 2 വർഷത്തിലധികമായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് എതിരെയുള്ള ഇന്ത്യയുടെ മറ്റൊരു പ്രതിരോധമായിരുന്നു. അനേകം രാജ്യങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇവ കൂടാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത 21-ലധികം യുദ്ധങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. സമാധാനം കാംക്ഷിക്കുന്ന മനുഷ്യർ ആരും തന്നെ യുദ്ധമോ സംഘർഷങ്ങളോ ഒന്നും ആഗ്രഹിക്കില്ല. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമാണ്. എന്ന് സുവിശേഷം നമ്മളെ എല്ലാവരും ക്ഷണിക്കുന്നത് സമാധാന സ്ഥാപകരായിട്ട് മാറുവാനാണ്, സമാധാനത്തിൻ്റെ വ്യക്തികളായിട്ട് മാറുവാനായിട്ട്, സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് മാറുവാനായിട്ട്. വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു. യോഹന്നാൻ 14:27 ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോ ലോകത്ത് നൽകിയ സമ്മാനമാണ് സമാധാനം. അസ്വസ്ഥതയില്ലാത്ത അവസ്ഥയേക്കാൾ രക്ഷാകരമായ അനുഭവമാണ് ഈശോ നൽകുന്ന സമാധാനം. പാപത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യന് നഷ്ടപ്പെട്ട സമാധാനം പുനഃസ്ഥാപിച്ച് നൽകുവാനാണ് അവിടുന്ന് ലോകത്തിലേക്ക് വന്നത്. ഈശോയുടെ ജനനവേളയിൽ നമ്മൾ കാണുന്നു ലൂക്ക 22:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നാണ് സ്വർഗീയ സൈന്യവ്യൂഹം പാടിയത്. സമാധാനത്തിൻ്റെ രാജാവ് ഭൂമിയിൽ ജാതന എന്നാണ് സ്വർഗീയ സൈന്യം സാക്ഷ്യപ്പെടുത്തിയത്. ലോകത്തോട് വിട പറയുമ്പോഴും മരണം അടുത്തെത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് പോലും ഈശോയ്ക്ക് നൽകാനുള്ളത് സമാധാനം തന്നെയാണ്. ഇന്നത്തെ വചനഭാഗം ആ ഒരു സത്യമാണ് വെളിപ്പെടുത്തി തരുന്നത്. കാരണം ഈശോ ഇപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അങ്ങനെ വിടവാങ്ങലിൻ്റെ നിമിഷങ്ങളിൽ പോലും തൻ്റെ ശിഷ്യർക്ക് നൽകുവാനായിട്ട് തനിക്കുള്ളത് സമാധാനമാകുന്ന സമ്മാനമാണെന്ന് ഈശോയുടെ വളരെ വ്യക്തമാക്കുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്ന ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് ആദ്യം ഉരുവിടുന്ന വാക്ക് സമാധാനമാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന യോഹന്നാൻ 20:19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതക് അടച്ചിരിക്കെ യേശു വന്നു അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ചുരുക്കത്തിൽ ഉദിതനായിട്ടുള്ള ഈശോ തന്നെയാണ് സമാധാനം. പൗലോസ്ലീഹയുടെ വീക്ഷണത്തിലും ഈശോ നമ്മുടെ സമാധാനമാണ്. എഫെസോസ് 2:14 നമ്മൾ വായിക്കുന്നു, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഓർക്കാം, ഈ സമാധാനം യാഥാർത്ഥ്യമാകുന്നത് കർത്താവിനോടുള്ള ഐക്യത്തിലൂടെയാണ്. പരസ്പര സഹവാസമാണ് സമാധാനത്തിൻ്റെ ഉറവിടം. അങ്ങനെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് സമാധാന സ്ഥാപകരായിട്ട് മാറുവാനായിട്ടുള്ള ഒരു വിളിയാണ്, ദൗത്യമാണ് ഈശോ നമുക്ക് എല്ലാവർക്കും ഇന്ന് നൽകുന്നത്. ടു ബി പീസ് മേക്കേഴ്സ് ഓഫ് ജീസസ്. ഒരു ചുരുക്കെഴുത്ത് എന്ന രീതിയിൽ ഇങ്ങനെ പറയാം, PMJ, അതായത് പീസ് മേക്കേഴ്സ് ഓഫ് ജീസസ്. അങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് ഒരു PMJ ആകുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ലോകത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടി പീസ് മേക്കേഴ്സ് ആയ ഒരു നിരവധി ആളുകളുണ്ട്. ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1888
സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലുള്ള തൻ്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണ നേരം അയാൾ പത്രം തുറന്നപ്പോൾ കണ്ടത് സ്വന്തം ചരമ വാർത്തയായിരുന്നു. അത് കണ്ട അയാൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പേരുകളുടെ ആശയക്കുഴപ്പം കാരണം അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പ്രാദേശിക പത്രത്തിൽ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരുന്നു. തെറ്റായി മരണവാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടയാൾ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിനായിട്ട് വിവരങ്ങൾ പെട്ടെന്ന് ശേഖരിക്കുവാനായിട്ട് എഡിറ്റർമാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ഫോടക വസ്തുവായിരുന്ന ഡൈനാമൈറ്റിൻ്റെ ഫോർമുല കണ്ടുപിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതുമൂലം മരണസമയത്ത് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള ഒരു അപൂർവ അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ പത്രവാർത്തകൾ, അഭിപ്രായ പ്രകടനങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. മരണത്തിൻ്റെ വ്യാപാരി മരിച്ചെന്നായിരുന്നു ചരമവാർത്തയുടെ ഒരു തലക്കെട്ട്. മറ്റൊരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വളരെ വേഗത്തിൽ കൂടുതൽ ആളുകളെ കൊല്ലുവാനുള്ള വഴികൾ കണ്ടെത്തിയ സമ്പന്നനായ മനുഷ്യൻ ഇന്നലെ എല്ലാവരെയും കാൾ വേഗത്തിൽ മരിച്ചു. മരണത്തിൻ്റെ വ്യാപാരിയായി താൻ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ആ ശാസ്ത്രജ്ഞൻ ഒന്ന് അമ്പരുന്നു. ഒരു നിമിഷം പകച്ചുപോയി. ഇത്ര വലിയ ശാസ്ത്ര നേട്ടം ലോകത്തിന് സമ്മാനിച്ചിട്ട് പോലും ഒരു കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി. ആ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ സമാധാനത്തിനും മാനുഷിക പുരോഗതിക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തൻ്റെ ഗണ്യമായ സമ്പത്തും അതുപോലെ തന്നെ സമയവും അദ്ദേഹം ചെലവഴിച്ചു. ആ പ്രയത്നത്തിൽ ഒടുവിൽ അദ്ദേഹം വിജയിച്ചു. ഡൈനാമൈറ്റിൻ്റെ കണ്ടുപിടുത്തക്കാരനായോ മരണത്തിൻ്റെ വ്യാപാരിയായോ അല്ല അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത്. മറിച്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലാണ് ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് നോബൽ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിൻ്റെ സ്ഥാപകൻ. സാധാരണ ജനങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ വേണ്ടി സമാധാനത്തിൻ്റെ ഒരു ഏജൻ്റ് ആകുവാൻ ആൽഫ്രഡ് നോബൽ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു, പരിശ്രമിച്ചു. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അനുയായികളായ നമുക്ക് സമാധാനം സ്ഥാപിക്കുന്നവരാകുവാൻ ഇതിലും വലിയ കാരണങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഏറ്റവും അവസാനത്തെ ദാനമായിട്ട് നൽകുന്നത് സമാധാനമാണ്. ആ ദാനം പങ്കുവയ്ക്കപ്പെടുവാനുള്ളതാണ്. നമ്മെ തന്നെ ശാന്തരാക്കുവാനും നമ്മുടെ ആശങ്കകൾ കുറയ്ക്കുവാനുമുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ദാനം മാത്രമല്ല യേശുവിൻ്റെ സമാധാനം. നമ്മുടെ ലോകത്ത് സമാധാനത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് യേശുവിൻ്റെ സമാധാനം. അന്താരാഷ്ട്ര സംഭവങ്ങളുടെ ഗതി മാറ്റുവാനുള്ള കഴിവ് നമുക്ക് ആർക്കും തന്നെയില്ല. ഉദാഹരണത്തിന് ISIS തീവ്രവാദത്തിൽ ഏർപ്പെടുന്നത് തടയുവാനോ സിറിയയിലെയും ഹമാസിലെയും ഉക്രൈനിലെയും റഷ്യയിലും യുദ്ധം അവസാനിപ്പിക്കുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്? സമാധാനം തടസ്സപ്പെടുത്തുന്നുണ്ടോ? നഷ്ടപ്പെടുത്തുന്നുണ്ടായ പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സമാധാന സ്ഥാപകരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ആഴ്ച സുവിശേഷം നമുക്ക് നൽകുന്ന വിളിയും വെല്ലുവിളിയും ഒന്ന് മാത്രമാണ്: PMJ, അതായത് പീസ് മേക്കേഴ്സ് ഓഫ് ജീസസ് ആകുവാനായിട്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥന അഥവാ സമാധാന പ്രാർത്ഥന എന്നും അറിയപ്പെടുന്ന മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രാർത്ഥന ഗീതമാണ്. Make me a channel of your peace. Where there is hatred, let me bring your love. Where there is injury, your pardon, Lord. And where there is doubt, true faith in you. സമാധാനത്തിൻ്റെ ഒരു ചാലക ശക്തിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സംശയമുള്ളിടത്ത് യഥാർത്ഥ വിശ്വാസം പടുത്തുയർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു PMJ ആയി മാറുവാൻ.
അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.